ഇറച്ചിക്കറി ഒന്നും വേണ്ട, അതിനേക്കാളും കിട്ടിയില്ല ടേസ്റ്റിലൊരു കടലക്കറിയും കുഴയ്ക്കേണ്ട, അടിച്ച് പരത്തേണ്ട, വളരെ ഈസിയായി തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നൂൽ പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിട്ടുള്ളത്. കടലക്കറി റെഡിയാക്കി എടുക്കാൻ 200 ഗ്രാം കടല ഇന്നലെ രാത്രി കുതിരാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. ഇന്ന് രാവിലെയാണ് നമ്മളിത് കറി വയ്ക്കുന്നത്. കടല കുക്കറിലിട്ടാണ് കേട്ടോ നമ്മൾ വേവിച്ചെടുക്കുന്നത്. കുക്കറിലാകുമ്പോൾ 2-3 വിസിൽ ഇരിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും, അല്ലെങ്കിൽ കുറച്ച് സമയം എടുക്കില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കറിൽ തന്നെ വേവിച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ. ഇത് നന്നായിട്ട് കുതിർന്ന കടലയില്ല, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. കടലയിൽ നികന്ന് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കടലയ്ക്ക് ആവശ്യമായ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് കുക്കർ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. കടല വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇതിന്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ ഇതിലേക്ക് 2-3 തണ്ട് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 2 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള കുഴഞ്ഞു പോകുന്ന പരുവത്തിൽ വഴറ്റണ്ട. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഇളക്കി തന്നെ വഴറ്റിയെടുക്കണം. ഇത് കരിഞ്ഞു പോകരുത്. ഇതിൽ അല്പം പോലും കരിവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന ടേസ്റ്റ് ഇതിന് കിട്ടൂല. ഈ സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പട്ട, തക്കോലം, ജാതിപത്രി, 2 ഗ്രാമ്പു, പട്ടയും തക്കോലും ജാതിപത്രി 1 പീസ് വീതം ഇടാവും കേട്ടോ. അത് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം നമുക്ക് ഈ സവാളയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ സവാള ഒട്ടും കരിഞ്ഞൊന്നും പോവാതെ തന്നെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളി നന്നായി ഒന്ന് വഴന്ന് കുഴഞ്ഞു വരണം. അങ്ങനെ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയിലെ എരിവുള്ള മുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇനി പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. കുക്കറിൽ ആവിയെല്ലാം പോയി കടലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ കടല നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കടലയിലെ മസാല ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം കേട്ടോ. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ കടലയും മസാലയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇത് തണുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ആ സമയം കൊണ്ട് നമുക്കൊരു നൂൽ പൊറോട്ട റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ഗോതമ്പ് മാവാണ് കേട്ടോ എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് മൈദമാവ് എടുക്കുന്നുണ്ട്. നമുക്ക് വെറും ഗോതമ്പ് മാവ് വെച്ചും മൈദമാവ് വെച്ചും നൂൽ പൊറോട്ട റെഡിയാക്കി എടുക്കാം. 2ൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ 2 കൂടെ മിക്സ് ചെയ്താണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. ഞാനൊരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഷ്ടമില്ലാത്തൊരു ചേർത്ത് കൊടുക്കണം, നിർബന്ധമൊന്നുമില്ല കേട്ടോ. മുട്ട ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. 3/4 ടീസ്പൂൺ പഞ്ചസാര കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയം കട്ട ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം കേട്ടോ മിക്സ് ചെയ്തെടുക്കാൻ. മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്താലും മതി. ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് കുഴച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അതേ കണ്ടില്ലേ, നമ്മൾ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കടലയും മസാലയും എല്ലാം കൂടി ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ അല്പം പോലും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം. നമ്മൾ മസാല റെഡിയാക്കി എടുത്ത കടായി തന്നെയാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വന്ന സമയം നമ്മളിതിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുക്കുന്നത്. ആ കറിവേപ്പില ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മളൊരു 1/2 തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത്. ഈ പെരിഞ്ജീരകം എണ്ണയിലൊന്ന് ഫ്രൈ ആയി വരുന്ന സമയം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ചേർക്കുന്നതിന് മുന്നേ ഈ ഓയിലുമായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 1/2 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോഴാണ് ഇതിന് ഒത്തിരി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ ഞാൻ നന്നായിട്ടൊന്ന് ഇളക്കി കണ്ടില്ല, അതിൻ്റെ വെള്ളം എല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. അരപ്പ് ഇതുപോലെ പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ ഒഴിച്ചിട്ടാണ് അല്പം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു കുറുകിയ പരുവത്തിൽ വേണം കിട്ടാൻ. അപ്പോൾ നമുക്ക് ഒത്തിരി വെള്ളം ചേർത്ത് കൊടുക്കണ്ട, കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. അങ്ങനെ അരപ്പിലെ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ച് നമ്മൾ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിത് ഈ പരുവത്തിലാണ് കലക്കി എടുത്തിട്ടുള്ളത്. ഒത്തിരി വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല, ഒരു കുറിയ പരുവത്തിനാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് കടല ചേർത്ത് കൊടുക്കാം. കടലയിലും കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടില്ല, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതേ കണ്ടില്ല, കടലയിൽ വെള്ളം കൂടി ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഞാൻ അത്ര വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒത്തിരി വെള്ളമൊന്നും ആയില്ല. ഇതിനി ഒന്ന് കുറുകി വരട്ടെ. നമുക്ക് ഉപ്പും ചേർത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. നമ്മുടെ കറി ഒന്ന് വെന്ത് കുറുകി വരുന്ന സമയം കൊണ്ട് നമുക്ക് നൂൽ പൊറോട്ട റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്.
നിങ്ങൾക്ക് ഒരു ടിന്നിൽ ഒഴിച്ചിട്ട് അതിൻ്റെ ആ മൂടിയിൽ ഹോളിട്ടിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ. ഒരു വശം ഒന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കാൻ. അങ്ങനെ നമ്മുടെ നൂൽ പൊറോട്ട 2 വശവും റെഡിയായി വന്നിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ? ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി റെഡിയാക്കി എടുക്കാം. ഇതുപോലെ നമ്മൾ റെഡിയാക്കി എടുത്താൽ മറ്റ് പൊറോട്ട കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ കടലക്കറി നല്ലൊരു കോമ്പിനേഷനാണിത്. കഴിച്ചവരൊക്കെ ഒരു ചിക്കൻ കറിയും പൊറോട്ടയും കഴിക്കുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ പറഞ്ഞത്. അത്ര ടേസ്റ്റ് ആയിരുന്നു ഈ കടലക്കറിക്ക്. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ കടലക്കറി നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് കറിവേപ്പിലയിട്ട് മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ അതേ കണ്ടില്ലേ, നമ്മുടെ നൂൽ പൊറോട്ടയും കടലക്കറിയും റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോരുതേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിലെ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.